ചങ്ങായിമാരെ നമ്മളെ BJPന്റെ പുതിയ മൊയലാളി രാജീവ് ചന്ദ്രശേഖരട്ടൻ നിലമ്പൂർ പിടിച്ചേ പറ്റുന്നുള്ള ഒരൊറ്റ ഓട്ടത്തിലാണ്. അതിന് വേണ്ടി പരമാവധി മലയാളം പഠിച്ചിട്ട് ഇന്ന് നമ്മളെ മാധ്യമങ്ങളെ കണ്ടിരും. നമുക്ക് അതിന്റെ വാർത്തകളിലേക്ക് ഒന്ന് പോയാലോ? ബാ. ഈ 4 ഇന്ത്യ മുന്നണിയിലെ 4 കാൻഡിഡേറ്റ് ജനങ്ങളെ വിഡ്ഢിയാക്കാനല്ല ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഒരാളെ ഭാഷേനെയും കളിയാക്കാൻ പാടില്ലാന്ന്. പക്ഷെ ഈ സംഘികള് ലോകത്തുള്ള എല്ലാരും കളിയാക്കുമ്പോ ഇവരെ കളിയാക്കാൻ എടുക്കാൻ കഴിയില്ല. നമുക്ക് ഒന്നുകൂടി കേട്ടു നോക്കാം. ഈ 4 ഇന്ത്യ മുന്നണിയിലെ 4 കാൻഡിഡേറ്റ് ജനങ്ങളെ വിഡ്ഢിയാക്കാനല്ല ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഇതുവരെ 4.5 കൊല്ലം ഇരുന്ന ഒരു MLA പിന്നെ മത്സരിക്കുന്നു. അത് ഇന്ത്യ അലയൻസ്. പിന്നെ കോൺഗ്രസ് 30-40 കൊല്ലങ്ങൾ അവിടെ ഭരിച്ച ആര്യാടൻ മുഹമ്മദ് ജിന്റെ മകൻ മത്സരിക്കുന്നു. എന്തു പറഞ്ഞിട്ട്? നിലമ്പൂർ തിളങ്ങും. ഇതുവരെ തിളങ്ങിയിട്ടില്ല. പിന്നെ ആരാ ഇറങ്ങിയിരിക്കുന്നത്? സ്വരാജ്, LDF. ഇതുവരെ 9 കൊല്ലം ആരായിരുന്നു ഭരിക്കുന്നത്? LDF. നിലമ്പൂർ തുടരും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാനൊരു സാധാരണ രാഷ്ട്രീയക്കാരനാണെന്ന് വിചാരിച്ചാൽ മതി. എനിക്കും ഒരു ഫീലിംഗ് വരില്ലേ? ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ജനങ്ങളെ വിഡ്ഢിയാക്കുക. തലേന്ന് രാത്രി വരെ കോൺഗ്രസുകാരനായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോണ്ടല്ല BJP അയാളെ സ്ഥാനാർത്ഥിയാക്കി. അയാൾ വരെ അറിഞ്ഞിട്ടില്ല. BJPനെ അയാളെ BJPയിലേക്ക് എടുത്തിട്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കി. രാവിലെ എണീക്കുമ്പോൾ അയാൾ BJPക്കാരെ. തലേന്ന് രാത്രി വരെ കേരള കോൺഗ്രസിലെ കേരള കോൺഗ്രസ്, രാവിലെ എണീക്കും BJPക്കാരെ. ജനങ്ങളെ പരമാവധി വിഡ്ഢിയാക്കാൻ പറ്റും. എന്തിന്? സ്വന്തം പാർട്ടിയിലെ സംഖ്യകളെ വരെ വിഡ്ഢിയാക്കിയവനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്. മറ്റളകിന് ജനങ്ങൾ നിങ്ങളെ വിഡ്ഢിയാക്കും കേട്ടാ. നല്ലോണം വിഡ്ഢിയാക്കും. നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് കാണാം കേട്ടാ. ഇന്ന് അടുത്തേക്ക് കടക്കാം. വാ. വലിയ പ്രസംഗവും വലിയ ഒരു പോസ്റ്ററും റീൽസ് എല്ലാം ഇറങ്ങി നടക്കുമ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ? റീൽസ് ഇടാത്ത ഒരാള്, റീൽസ് നിരോധിച്ച ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് റീൽസ് ഇട്ട വമ്പനായി റീൽസിനെ പറ്റി ഡയലോഗ് അടിക്കുന്നു. എന്തിന്? ജിമ്മിൽ പോയാ വരെ റീൽസ്. അവിടുന്ന് സെൽഫി, ഇവിടുന്ന് സെൽഫി. ലോകത്തില്ലാത്ത വിഡ്ഢി സെൽഫി എടുക്കുന്ന മനുഷ്യനാണ് ഇയാളാണ് റീൽസിനെ പറ്റി പറയുന്നത്. നമുക്ക് അടുത്തേക്ക് കടക്കവാ. 9 കൊല്ലം ഭരിക്കാൻ അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവില്ല. അതിന്റെ മുമ്പ് കോൺഗ്രസ് എത്രയോ കൊല്ലം ഭരിച്ചതാണ്. നിങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പോഴാണ് തിളങ്ങാൻ പോകുന്നത്. കോൺഗ്രസ് CPM എല്ലാം ഭരിച്ചതാ എടുക്കട്ടെ. നിങ്ങൾ 11 വർഷയിലെ കേന്ദ്രം ഭരിക്കുന്നത്. നിങ്ങൾ നിലമ്പൂർ എന്ത് ചെയ്ത്? നിങ്ങൾ ചെയ്തതിനെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിലമ്പൂർ ഇലക്ഷൻ നേരിടാൻ കഴിയാം പറ്റുവാ? സക്കീർ ഭായിക്ക് ആവുമോ സക്കീർ ഭായി? അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇവിടെ ശരിക്കും 2 ഓപ്ഷനുള്ളൂ. നിങ്ങൾ ഇന്ത്യ അലയൻസ് ആരാണെങ്കിലും ഒരു ഓപ്ഷൻ നോക്കിക്കോളൂ. അവർ എല്ലാം ചെയ്യാൻ പോകുന്നത് ഒന്നാണ്. വാഗ്ദാനം തരും, വാഗ്ദാനം പറയും, ഒന്നും ചെയ്യില്ല. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസനം, പുരോഗതി, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ഒരു BJP NDA ഒരു മുന്നണി. അത് ഞങ്ങൾ വാഗ്ദാനമല്ല, ഞങ്ങൾ പറയാനും. വാഗ്ദാനമല്ല, ഓമ്പിക്കൽ. കേരളത്തെ ജനങ്ങൾ ഓമ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന വാഗ്ദാനമായി ഇയാൾ പറഞ്ഞത് കേട്ടാ. അങ്ങനെ കുറെ പ്ലാൻ ഉണ്ട്. ഇവിടെ വിജയിച്ചിട്ട് വേണം ആ പ്ലാനെല്ലാം എടുത്തിട്ട് കേരളം തകർക്കാൻ വേണ്ടിട്ട്. ആ തകർത്ത് കഴിഞ്ഞപാട് ഫസ്റ്റ് ചെയ്യുന്നത് എന്താ പറയാ? കാസകൂസന്മാർ. ഇവരെ പരം കൂടിയ കാസകൂസന്മാർ സംഖ്യകളെ ഫസ്റ്റ് അടിച്ച് ഇന്ത്യ നോട്ടിക്കലാണ് ഈ സംഖ്യകളെ ഫസ്റ്റ് പരിപാടി കേരളത്തില്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കില്ല കാസകൂസന്മാർക്ക് സംഖ്യകൾക്ക് നടിയിട്ട് നേടാൻ വേണ്ടിട്ട്. നമുക്ക് അടുത്തേക്ക് പോവാ. ഞങ്ങൾ പറയാനും കാണിച്ചു കൊടുക്കാനും കാണിച്ചു തന്നേക്കല്ലേ നിങ്ങൾ മലയാളം പറഞ്ഞോ നമ്മൾ സഹിക്കും. നിങ്ങൾ മുണ്ട് പൊക്കിക്കോ നമ്മൾ സഹിക്കും. പക്ഷെ നിങ്ങൾ മുണ്ട് പൊക്കിയിട്ട് കാണിച്ചു തന്നേക്കല്ലേ. നിങ്ങൾ ആദ്യം ഉണ്ടല്ലോ മൊയലാളി, കെട്ടിവെച്ച കാശ് തിരിച്ചെടുക്കാൻ നോക്കട്ടെ നിലമ്പൂർ. അല്ലെങ്കിൽ നിങ്ങളെ സംഖ്യകള് നിങ്ങളെ നോക്കിയിട്ട് മുണ്ട് പൊക്കി നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടാ. അതായിരിക്കും അവസ്ഥ. എന്നാ പിന്നെ എന്റെ ചന്ദ്രശേഖര മുതലാളിക്കും എല്ലാവർക്കും എന്റെ സുലാൻ.